കൊല്ലുവാൻ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ എൻ ജനമേ നിങ്ങളെയെല്ലാം ദുഷ്ടനാം പിശാച് ലോകമാം നദിയിലൂടെ കൊണ്ടുപോകുന്നല്ലോ കൊല്ലുവാൻ എന്നേക്കുമായി. കാളയെ കൊല്ലുവാൻ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ എൻ ജനമേ നിങ്ങളെയെല്ലാം ദുഷ്ടനാം പിശാച് ലോകമാം നദിയിലൂടെ കൊണ്ടുപോകുന്നുവല്ലോ കൊല്ലുവാൻ എന്നേക്കുമായി. കൊണ്ടുപോകുന്നുവല്ലോ കൊല്ലുവാൻ എന്നേക്കുമായി. ിൽ നിന്നാരംഭിച്ച ചതി നദിയുടെ ഒഴുക്കാണേ, അനുസരണക്കേടാൽ ആരംഭിച്ചൊരു നദിയാണേ. ഭൂമിയാം ദേശത്തെ ചുറ്റി പണത്തെ വട്ടമൊഴുകി പിശാചിൻ മുദ്രയിലൂടെ തീപ്പൊയ്കലെത്തുന്ന നദിയാണേ. പിശാചിൻ മുദ്രയിലൂടെ തീപ്പൊയ്കലെത്തുന്ന നദിയാണേ. സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു സുദിനം കൂടി ഈ സ്വർഗത്തിലെ ദൈവം തന്റെ രാജ്യത്തിന്റെ ചിന്തകളുമായി ഈ ദേശത്തിന്റെ മധ്യേ കടന്നു വരുവാൻ നൽകവണ്ണം ഒരുക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഈ ദൈവത്തിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ചിന്തകളെ അറിയിപ്പാൻ തക്കവണ്ണം പ്രിയമുള്ള ദേശനിവാസികളെ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുക. നിങ്ങളെ ഏവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുക. തുടർന്ന് ദൈവരാജ്യ വിഷയവുമായുള്ള ബന്ധങ്ങളെ അറിയിച്ച് കടന്നുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം സർവ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സുവാർത്തയാണ് ഈ ദൈവരാജ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് നിങ്ങളെ തുടർന്നറിയിക്കുന്നത്. തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ദൈവത്തിന്റെ നിയമങ്ങളെ മറികടന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചത് മൂലം മനുഷ്യൻ മരണമെന്ന ഒരു കെണിയിൽ അകപ്പെടുവാനിടയായി തീർന്നു. എക്കാലം സന്തോഷത്തോടെ ദൈവത്തോടുകൂടെ ജീവിക്കാൻ നിയമിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് പോയിരിക്കുക. ഇനി ദൈവത്തോട് കൂടെ സഹവസിക്കാനും ദൈവത്തോടു കൂടെയുള്ള ബന്ധത്തിലേക്കും മനുഷ്യന് വരാൻ കഴിയില്ല. അതിന്റെ മുഖ്യ ഘടകമാണ് പാപം. ഈ പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷമാണ് മനുഷ്യന് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണ് തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക്, യേശുവായി ഈ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുവാനായി ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. യേശുവായി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിപ്പാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്തരത്തിലുള്ള സുവിശേഷത്തിന്റെ ചില വിഷയങ്ങളെല്ലാം ഈ ദേശത്ത് അനേകർ കേട്ടുകൊണ്ടിരിക്കും. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കേണ്ടതിനായി വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം അറിയാം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിനെ തുടർന്നുള്ള ദൈവത്തോടുള്ള വ്യക്തമായ ബന്ധവും തുടർന്ന് വീണ്ടും ദൈവത്തോടുകൂടെ ജീവിക്കണമെന്നുള്ള സത്യ സുവിശേഷം ഇന്ന് ലോകത്ത് പ്രചാരം നടക്കുന്നില്ല. സുവിശേഷം പലയിടത്തും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ വ്യക്തത മനുഷ്യർക്ക് ഇന്നും അറിയുന്നില്ല. ഈ സുവിശേഷം ഇന്ന് മറയപ്പെട്ടിരിക്കുക.
അതുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാ തന്റെ രാജ്യത്തെ കുറിച്ചിട്ടുള്ള സന്ദേശം ദേശം അറിയണം, ജനങ്ങൾ അറിയണം എന്നുള്ള താല്പര്യത്തോടുകൂടെ ദൈവം അയച്ചിട്ട് ഞങ്ങൾ ഈ ദേശത്ത് വന്ന് ദൈവത്തിന്റെ ചിന്തകളെ വ്യക്തമായി അറിയിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുക. പിന്നെ ദൈവമായ ബന്ധത്തിലേക്ക് ക്രിസ്തു മുഖാന്തരം നമുക്ക് അടുക്കാനുള്ള ഏക വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ ലക്ഷ്യമായ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ ഇടയായി തീരണം. ഇതാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം. സുവിശേഷത്തിന് രണ്ടു വശങ്ങളുണ്ട്. ഒരു വശം ക്രിസ്തുവിൽ കൂടെയുള്ള യാത്രയും ലക്ഷ്യമായ പിതാവിന്റെ അരികിൽ എത്തിച്ചേരുകയും അവിടെയാണ് ഇതിന് സമാപ്തി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യ മനുഷ്യനാൽ പാപത്താൽ പിടിക്കപ്പെട്ട് മരണം പ്രവേശിക്കുന്ന മനുഷ്യൻ, മരണത്തിലേക്ക് മാത്രം യാത്ര ചെയ്യുന്ന മനുഷ്യരായ നമുക്ക് ഒരു മോചനം ലഭിച്ചിരിക്കുക. നിത്യജീവന്റെ പാതയിൽ കൂടെ സഞ്ചരിച്ച് ലക്ഷ്യമായ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലെത്താൻ ഈ സത്യസുവിശേഷം അറിയിക്കുന്നതിൽ കൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ആയിരിക്കുന്ന തലം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു അവസരമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും അതുപോലെയുള്ള പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ മനുഷ്യൻ ഇന്ന് വിവിധ ലഹരിയിൽ ആശ്രയിക്കുക, താൽക്കാലികമായൊരു മോചനം ലഭിക്കാൻ വേണ്ടി. അതുകൊണ്ടൊന്നും ശാശ്വതമായി മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വീണ്ടും അപ്രകാരം മനുഷ്യൻ വീണ്ടും മുന്നോട്ട് ജീവിക്കാൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പരാജയപ്പെട്ട മനുഷ്യൻ കടക്കെണിയിലും മറ്റുള്ള തരത്തിലുള്ള ചിന്തകളുമായി അവസാനം മനുഷ്യൻ ആത്മഹത്യ കൊണ്ട് ജീവിതം അവസാനിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എവിടെ കൊണ്ടൊന്നും പാപം മനുഷ്യനിൽ നിന്ന് വിട്ടുമാറുന്നില്ല. പാപം വിട്ടുമാറണമെങ്കിൽ ദൈവത്തിന് മാത്രമാ ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും. കൊണ്ട് ദൈവം തന്റെ പുത്രനെ പാപസംബന്ധമായ വിഷയങ്ങളിൽ നിന്ന് ജനത്തെ മാറ്റാൻ വേണ്ടി തന്റെ പുത്രന്റെ രക്തം കൊണ്ട് തന്നെ ഇതിനൊരു പ്രായശ്ചിത്തം നൽകുകയാണ്. ഒരു മനുഷ്യൻ ജാതിയിലേക്കോ മതത്തിലേക്കോ സംഘടനയിലേക്കോ ഒരു ഗ്രൂപ്പിലേക്കല്ല മനുഷ്യൻ മാറുന്നത്, മറിച്ച് മരണം കൊണ്ട് പിടിക്കപ്പെട്ട എല്ലാ നിലകളിലും നിത്യ നരകത്തിന് യോഗ്യന്മാരായി തീർന്നിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നിത്യ സന്തോഷത്തിന്റെ അനുഭവം, ഒരു സ്വർഗീയ സന്തോഷത്തിന്റെ അനുഭവം തരുന്ന ആ പിതാവിന്റെ ഭവനത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്, അതിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് സുവിശേഷത്തോട് ബന്ധപ്പെട്ട ഒരു ജാതീയ പശ്ചാത്തലം മനുഷ്യർക്ക് മനസ്സിലായി വരികയാണ്. അതല്ല അതിന്റെ യാഥാർത്ഥ്യം. ഇതിന്റെ യാഥാർത്ഥ്യം മനുഷ്യനെ മരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുക, നിത്യജീവനുമായി ബന്ധപ്പെട്ട് നിത്യം മരണമില്ലാത്തവരായി ജീവിക്കുന്ന തലത്തിലേക്ക് വരിക. മരണാനന്തര ഒരു ജീവിതം നമുക്കുണ്ട്. അതാണ് ഈ സുവിശേഷം കൊണ്ട് നമുക്കറിയാൻ സാധ്യമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത ഈ പ്രപഞ്ച സിദ്ധാവായ ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ കുടുംബത്തിലേക്ക് നമ്മെ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾ ഇനി മരണമില്ലാത്തവരായി എക്കാലവും എന്നോടുകൂടെ ജീവിക്കണം. ഇനിയുള്ള ജീവിതം ആ ദൈവത്തിലായിരിക്കണമെന്ന് നമ്മുടെ സിദ്ധാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള സത്യം മനുഷ്യർക്ക് അറിയാതെ വന്നിരിക്കുക. മനുഷ്യന്റെ ഭൂമിയിലെ മനുഷ്യന്റെ ചിന്ത എല്ലാം മരണം കൊണ്ട് അവസാനിക്കുമല്ലോ. ഒരു കാലം വരെ നമ്മൾ ജീവിച്ച് രോഗങ്ങൾ കടന്നു വന്നിട്ടോ മറ്റുള്ള പ്രതിസന്ധികൾ കടന്നു വന്നിട്ടോ അങ്ങനെ ഒരു ദിവസം നമ്മൾ മരിക്കും. അതിനപ്പുറത്ത് മരണത്തിനു ശേഷമുള്ള ചിന്തകളെ മനുഷ്യൻ അറിയാതിരിക്കുക. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ ജീവിതത്തെ കുറിച്ചും തന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു, ഈ ജനിക്കപ്പെട്ട മനുഷ്യൻ ഇനി ഈ ഭൂമിയിൽ എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകാനുള്ള തങ്ങൾക്ക് ഉള്ള ആരോഗ്യത്തെയും തങ്ങൾക്കുള്ള സാമ്പത്തികമെല്ലാം എവിടെ നിന്ന് വരുമെന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്
ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്ക് വരാൻ കഴിയുക. Praise the Lord. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു എന്നുള്ളൊരു വചനം വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തന്റെ വചനത്തിൽ കൂടെ നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തരുവാനിടയായി തീരും. അങ്ങനെ വചനത്തിൽ കൂടെ, പുത്രനിൽ കൂടെ നമ്മൾ ഏകസത്യ ദൈവമായ പിതാവിനെ അറിയും. ആ പിതാവിനെയും തന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരവും നിത്യജീവനുമായുള്ള ബന്ധം നമ്മൾ ദൈവ കുടുംബത്തിൽ അംഗമായി തീരേണ്ടതിനാണ് എന്നെല്ലാം മനസ്സിലാക്കി ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലുള്ള ഒരു ജീവിതയാത്ര നമുക്കുണ്ടാകും. അതാണ് ഈ സുവിശേഷം കൊണ്ട് മനുഷ്യർക്കുള്ള നേട്ടം. കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തിന്റെ മധ്യേ പലയിടത്തും നിങ്ങൾ കടന്നുപോയി ഈ സുവാർത്ത അറിയിക്കുന്നതിന്റെ കാരണം ഇന്ന് മരണത്തിന് മനുഷ്യൻ പിടിക്കപ്പെട്ടിരിക്കുക, കുടുങ്ങിയിരിക്കുക. ഒരു പക്ഷി തങ്ങളുടെ ആഹാരത്തിന് വേണ്ടി ആഹാരമെന്ന് ചിന്തിച്ച് അത് കീഴ്പോട്ടിറങ്ങി അത് ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ജനം മുഴുവനും ഒരു മരണത്തിന്റെ താഴ്വരയിൽ അകപ്പെട്ടിരിക്കുക. ഇതിൽ നിന്ന് നിത്യമായ മോചനം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടുവാൻ ഇടയായി തീരുമെന്ന് വിശുദ്ധ വചനം പറയുകയാണ്. കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ കാത്തിരിക്കുക നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവ് തന്റെ ഭവനത്തിൽ നമ്മൾ എപ്രകാരം എത്തിച്ചേരുമെന്നെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുക. ആ ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനുമായി ജീവിക്കാൻ കഴിയുന്ന നിലവാരത്തിനകത്ത് എത്തിച്ചേരുവാൻ കഴിയുന്ന തലത്തിലേക്ക് വരുവാൻ ഇടയായി തീരട്ടെ. അതിനുവേണ്ടി നമ്മെ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിലെ ജീവിതം ഒരു ചെറിയ ജീവിതമാ, താൽക്കാലിക ജീവിതമാ. ഒരു ടാങ്കിലെ വെള്ളം ചോർന്നു പോകുന്നത് പോലെ നമ്മുടെ ജീവൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് അറ്റുപോകുന്ന ജീവിതമാ. ഇതിനിടയിൽ സുരക്ഷിതമായ ഒരു അഭയസ്ഥാനം നമുക്കുണ്ട്. ഇത് സ്വർഗീയ പിതാവിന്റെ ഭവനമാണ്. ആ ഭവനത്തിൽ എത്തിച്ചേരാനുള്ള ഒരു സുവാർത്തയായി സുവിശേഷം പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനൊരു ജാതിയിലേക്കോ മതത്തിലേക്കോ ആക്കി തീർക്കുന്നതല്ല, മറിച്ച് നിത്യരക്ഷയിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ഈ ദൈവത്തിന്റെ ചിന്തകളെ ഈ ദേശത്ത് അനുഗ്രഹമായി തീരുവാനും ജനം സത്യത്തിലേക്ക് തിരിയുവാനും ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്ന തലത്തിലേക്ക് വരുവാൻ കഴിയുന്ന നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ ദേശത്തിന് ഈ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദൈവ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.